ബിഗ് ബോസ് മലയാളം സീസൺ 6 ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകാം. ഈ ആഴ്ച 9 മത്സരാർത്ഥികളാണ് എവിഷൻ നോമിനേഷനിലെല്ലാം എത്തി പ്രേക്ഷക വിധിക്കായിട്ട് കാത്തു നിൽക്കുന്നത്. ഇവരിൽ ഡേഞ്ചർ സോണിലെല്ലാം നിന്നുകൊണ്ട് ഏറ്റവും അധികം വോട്ടുകളെല്ലാം കുറവുള്ളത് ശരണ്യക്കും ജാൻമണിക്കും. എന്നാൽ ജാൻമണി പുറത്തായെന്ന വാർത്തകൾ ഇതിനോടകം തന്നെ വന്നെങ്കിലും അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ആഴ്ച വിഷു എല്ലാം ആയതുകൊണ്ട് തന്നെ നോ എവിക്ഷൻ എല്ലാം ആവാനുള്ള സാധ്യത എല്ലാം കൂടുതലാണ്. ഇതുവരെയായിട്ടും കൺഫേം ആയിട്ട് ആര് പുറത്തായെന്നൊന്നും അറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ആഴ്ച ആരും പോയിട്ടില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ജാൻമണിക്ക് ഒരു അവസരം കൂടി കിട്ടിയെന്ന് പറയാം. ഇനിയും കാറി തൊപ്പിക്കൊണ്ട് ലൈഫെല്ലാം തകർക്കുമെന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉന്നയിച്ചാൽ അടുത്ത ആഴ്ച ജാൻമണി പോകുമെന്നത് ഉറപ്പാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ ഇന്നലെ ലാസ്റ്റ് വാണിംഗ് എല്ലാം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ജാൻമണി വീണ്ടും നോറയുടെ അടുത്ത് ഭീഷണി എല്ലാം തുടങ്ങി. പ്രസ് മീറ്റ് എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ലൈഫെല്ലാം തകർക്കുമെന്നാണ് ജാൻമണി അവിടെ പറയുന്നത്. എന്നാൽ അതെല്ലാം കേട്ട് നോറയുടെ പൊട്ടിക്കരയുകയും ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ ജാൻമണിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ അവിടെ പൊട്ടിത്തെറിക്കുന്നതെല്ലാം ലൈവിൽ കണ്ടതാണ്. എന്തായാലും വളരെ മോശമായി പോയി ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലെല്ലാം വന്നിരുന്ന് ഒരാളുടെ ലൈഫെല്ലാം തകർക്കുമെന്ന് പറഞ്ഞത്. ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ലാലേട്ടൻ റെഡ് കാർഡ് എല്ലാം കൊടുത്ത് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കമ്മ്യൂണിറ്റി എല്ലാം അധിക്ഷേപിച്ചെന്ന പേരിൽ അഭിഷേകിന് യെല്ലോ കാർഡ് എല്ലാം കാണിച്ച് വാണിംഗ് എല്ലാം കൊടുത്ത് 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലാണ് ഇട്ടത്. എന്നാൽ ജാൻമണി ഈ സ്റ്റേറ്റ്മെന്റ് തുടരുകയാണെങ്കിൽ ഒരു വാണിംഗ് പോലും കിട്ടാതെ റെഡ് കാർഡ് എല്ലാം കൊടുത്ത് പുറത്താക്കലാകും. എന്തായാലും ജാൻമണി ഗെയിമെല്ലാം കളിക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. ഇടയ്ക്കുള്ള ഈ ഒരു ഭീഷണിയെല്ലാം മാറ്റിവെച്ചാൽ ഇനിയും ഒരുപാട് ദിവസം ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ അർഹയാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.